ഇതല്ലേ സംഭവം. അല്ല നല്ല നമുക്ക് പുറത്തിറങ്ങി ഒരു അടി കൊടുക്കാനൊക്കെ തോന്നുള്ളൂ അല്ലേ? ഈ സീരിയൽ ഫീൽഡ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്നത് ശരിക്കും സത്യമാണോ? ബംഗാളി പണി എന്ന് പറയും. ശരി, ഓക്കെ, അവിടെ ആ സാധനം ഇട്ട് വെക്കണം. ഇനി ജിമ്മിലേക്ക് വരികയാണെങ്കിൽ ബിസിനസ്സാണ് പക്ക. ഇൻസൾട്ടഡ് ആയ ഒരാള്, സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ ഒരാള് ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരാളാണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളാണ്. നമുക്ക് എന്താണെന്നൊരു ഐഡിയ ഇല്ല. യൂട്യൂബൊക്കെ എടുത്തിട്ട് നമ്മൾ 30 മിനിറ്റ്സ് കാർഡിയോ. ഓക്കെ, സൗന്ദര്യം ഒരു ശാപമാണ്. സൗന്ദര്യം ഘടകമൊന്നും അല്ല. ശരിക്കും എങ്ങനെയായിരുന്നു ആ ബോഡി ഷേമിങ്? അതിൽ നിനക്ക് നേരിട്ട് വന്ന ഒരു സാഹചര്യം? പറക്കുകയായിരിക്കും നമ്മള്. നീരജ ചേഞ്ച്, നീരജ ചേഞ്ച്, ഇങ്ങനെ ആയിരിക്കും. ഇതെന്താ ഈ ക്വസ്റ്റൻ തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്? ഒരു ക്വസ്റ്റൻ തന്നെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അടിച്ചോണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ പിന്നെ എന്ത് പറയും? എന്റെ സംസാരത്തിലാണ് ഇനി ഇൻട്രസ്റ്റിംഗ് കുറവായിട്ട് തോന്നുന്നത്. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ആൾക്കാരെ വിളിച്ചെടുത്തിട്ട് പലതും ചോദിക്കാം, അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണോ, പരിപാടിയാണോ? അങ്ങനെയാണോ അത്? എവിടെയാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ് ആക്കിയെന്നൊന്ന് അത്. നമസ്കാരം, ന്യൂ ചാറ്റ് വിത്ത് ആമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ആങ്കറിംഗിലൂടെ കടന്നു വന്ന് സീരിയലുകളിലേക്കും സിനിമകളിലേക്കും നിറഞ്ഞു നിൽക്കുന്ന, മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നായിക നടിയാണ് നിരജ ചേച്ചി. സ്വാഗതം. താങ്ക് യു. ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആങ്കറിംഗിലൂടെ കടന്നു വന്ന് പിന്നെ സീരിയലുകളിലേക്ക് പിന്നെ സിനിമകളിലേക്കും എങ്ങനെയായിരുന്നു ആ ഒരു ജേണി എന്ന് പറയുമ്പം നമ്മൾ ആദ്യം നമ്മുടെ അഭിനയം എന്ന് പറഞ്ഞൊരു കല അല്ലേ, അത് എനിക്ക് തോന്നുന്നു ഒരു 4ാം ക്ലാസ് അവിടെയാണ് ശരിക്കും ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. സ്കൂൾ ടൈം ആണ്. കാര്യം നമുക്ക് സ്കൂൾ ടൈം മുതലേ നമുക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു മേഖലയാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയാണ്. പക്ഷെ ഒരിക്കലും നമ്മളൊരു 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു +1 +2 കഴിഞ്ഞ് ഡിഗ്രി ഇതൊന്നും നമ്മൾ ആ സമയത്ത് ആലോചിക്കുന്നില്ല. നമ്മളൊരു പ്രൊഫഷൻ ഇതിലേക്ക് വരുന്ന ഒരിക്കലും ആലോചിക്കുന്നില്ല. ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത ഒരു അല്ല, നമുക്ക് താല്പര്യമുണ്ട്. നമ്മള് സ്കൂൾ ടൈം ആണെങ്കിലും ഞാൻ ഡ്രാമ കോമ്പറ്റീഷൻ, എനിക്ക് അങ്ങനെ ക്ലാസ്സിലിരിക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നിട്ടില്ല. 8, 9, 10 ഞാൻ ശരിക്കും ക്ലാസ് എഴുതാൻ അനുഭവം ഉണ്ടായിട്ടില്ല. പഠനം എന്നിരുത്തി ഭയങ്കര അങ്ങനെ പൊട്ട സ്റ്റുഡന്റ് ഒന്നും അല്ല, ഒരു എന്താ പറയാ എബോ ആവറേജ് ആണ്, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കൂടുതലും ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് ഡ്രാമ, മാർഗംകളി, പിന്നെ അങ്ങനെ ഡാൻസർ. ഞാൻ മാർഗംകളി പാട്ടുകാരിയായിരുന്നു. എപ്പൊ പണം പറയരുത്. ഓക്കെ, അപ്പോ അങ്ങനെ എന്താ പറയാ, അപ്പൊ നമുക്ക് ആ ഒരു ഭയങ്കര താല്പര്യമാണ് അഭിനയത്തോടൊക്കെ. അപ്പൊ ഞങ്ങൾ ഈ സ്കൂളിലൊക്കെ വരുമ്പം ഡ്രാമ ടൈം ഒക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ഓഡീഷൻ ഉണ്ട്, കുട്ടികളെ ഡ്രാമയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് പോയി നിൽക്കുന്നത് അതിലേക്കൊക്കെ വരാൻ വേണ്ടി. അതിനുശേഷം എനിക്കും ഒരു +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ടൈമിനാണ് ഞാൻ കൈരളി വി ചാനലാണ് ഞാൻ ആങ്കർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിനൊക്കെ എന്റെ കൂടെ എന്നും ഉണ്ടായിരുന്ന ആൾ, ഇപ്പോഴും ഉള്ള ആളെന്ന് പറഞ്ഞാൽ അമ്മയാണ് എന്നെക്കാളും. അതെ, വളരെ പാഷനേറ്റ് ആണ് ഈ ഒരു കാര്യത്തില്. അവരും എന്താ പറയാ, അമ്മയുടെ ചെറിയ പ്രായത്തിലൊക്കെ അമ്മ ആക്ടർ ആവാൻ വളരെ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. പക്ഷെ അറിയാലോ പഴയ ആളുകളുടെ ഒരു ചിന്താഗതി, പാരന്റ്സിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. ആ ഫീൽഡിലേക്ക് വിടാനൊക്കെ ഭയങ്കര ഒരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ. അതെ, ആ ജീൻ, അതായത് അമ്മയും ഈ തീർച്ചയായിട്ടും എന്നെക്കാളും കുറച്ചും കൂടെ നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു സ്കൂൾ ടൈം ഒക്കെ. അച്ഛനും ഉണ്ട് ഈ പറഞ്ഞ പോലെ. അച്ഛനൊക്കെ താല്പര്യമുള്ള സംഭവമാണ് ശരിക്കും. എന്താ പറയാ, ചെറിയ പ്രായത്തിൽ അവരുടെ സ്കൂൾ ടൈമിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ജീൻ, ആ ഒരു എന്താ പറയാ പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് പിന്നീട് അങ്ങനെ ആങ്കറിലൂടെ തുടങ്ങി പിന്നെ സീരിയലിലേക്ക് വരികയാണ്. എനിക്ക് ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി AM നസീർ സാറിന്റെ പ്രോജക്റ്റിലാണ് ഞാൻ ചെയ്യുന്നത്, മഴവിൽ മനോരമയില് പട്ടുസാരി. അതില് വളരെ വൃത്തികെട്ടൊരു നെഗറ്റീവ് ക്യാരക്ടറോടെയാണ് ഞാൻ എല്ലാ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. അതെ, വില്ലൻ, അതെ, നല്ല പക്ക വില്ലത്തിയാണ്. അതിലെനിക്ക് ന്യൂ ഫേസ് അവാർഡ് കിട്ടി, തിക്കുറിശി ഫൗണ്ടേഷൻ അവാർഡ് കിട്ടി. അതെ, ഫസ്റ്റ് കിട്ടി. പക്ഷെ അന്ന് നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ. കാര്യം നമ്മൾ എങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ നമുക്കൊരു തോന്നലുണ്ടായി, ഇത് സിമ്പിൾ ആണ് ഈ പരിപാടി എന്ന്. പക്ഷെ അതിനുശേഷം മനസ്സിലായി അത്ര സിമ്പിൾ ഒന്നും അല്ല. നമ്മൾ ഓരോ ക്യാരക്ടറിലേക്ക് മാറുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻ വേണ്ടി വരും, ബോഡി ലാംഗ്വേജ് വ്യത്യാസം വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ. അത് ചെറിയൊരു പ്രായമല്ലേ, നമുക്ക് അത്ര ഒരു ലേണിംഗ് അത്രയും അറിയില്ലല്ലോ. അങ്ങനെ ഈ സീരിയൽ ഫീൽഡ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്നത് ശരിക്കും സത്യമാണോ? എന്ത് കോംപ്ലിക്കേഷൻ? സുരക്ഷിതരല്ല എന്നൊക്കെ പറയുന്ന ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു സീരിയൽ ഫീൽഡ്. സീരിയൽ ഫീൽഡ് സുരക്ഷിതമല്ല. അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നത് ഏത് ഫീൽഡും സുരക്ഷിതമൊന്നും അല്ല. അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാ സ്ഥലത്തും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നിൽക്കണം. അങ്ങനെ തന്നെയാണ്. നമുക്കറിയില്ലല്ലോ എപ്പോഴാണ്. പിന്നെ ഇതെല്ലാം നമ്മുടെ ചോയ്സ് ആണല്ലോ അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്ന സിറ്റുവേഷൻ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോവുക. അങ്ങനെ ഏത് ഫീൽഡിലാണെങ്കിലും, ഞാൻ സീരിയലില് മാത്രം പറയണതല്ല. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ സീരിയലിൽ അങ്ങനെ എന്താ ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ ഒന്നാമത് ലേഡീസിന്റെ സെക്ഷനാണ് ശരിക്കും സീരിയൽ എന്ന് പറഞ്ഞാല്. സിനിമയിലേക്ക് വരുമ്പം കഥാപാത്രങ്ങൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും നായകൻ അല്ലെ. നമുക്ക് ആ ഒരു ഓറിയന്റഡ് സ്റ്റോറീസ് എപ്പോഴും സിനിമകളിൽ കൂടുതലാണ്. സ്ത്രീകളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ സീരിയല് പക്ക സ്ത്രീകൾ മാത്രമാണ്. അവിടെ ആമിനെ കാണാറില്ല സീരിയലൊന്നും? അല്ലല്ല, വീട്ടുകാരിങ്ങനെ കണ്ടുപിടിക്കുമ്പോ
ഒളിഞ്ഞോക്കാറുണ്ട്, അല്ലാതെ ഒളിഞ്ഞോക്കാറുണ്ട്. അല്ലാതെ ലാസ്റ്റ് കണ്ട സീനിൽ ഏതാ? അയ്യോ സാന്ത്വനായിരിക്കും. അപ്പൊ സാന്ദ്ര ഫാനാണ് അല്ലെ? ഒളിഞ്ഞോക്കിയൊന്നല്ല. ഒബ്വിയസ്ലി. അപ്പം നമ്മുടെ ആ ടോപ്പിക്കിലേക്ക് വരുമ്പം സുരക്ഷിതരാണോ എന്ന് ചോദിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മള് എപ്പോഴും എന്താ പറയാ, ടേക്ക് കെയർ അവസർ. അതാണ്. അങ്ങനെ എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അനുഭവം എന്ന് പറയുമ്പോഴത്തേക്കും അഭിനയിക്കുന്ന സമയത്ത് ചില നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അത് എനിക്കൊരു വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് എന്റെ ഫസ്റ്റ് പ്രോജക്റ്റിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വ്യക്തികളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മളെ പാർഷ്യാലിറ്റി എല്ലാത്തിനും ഉണ്ടാവും അല്ലെ? ചില ആക്ടേഴ്സിനോട് ചില ആളുകൾക്ക് ഉണ്ടാകുന്ന പാർഷ്യാലിറ്റി ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മള് സ്ക്രിപ്റ്റ് വായിച്ചു തരുമ്പോ കുറെ കൂടെ പുറകിൽ നിന്നൊരു സ്ക്രിപ്റ്റ് വായിച്ചു തരുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഒരിക്കലും കേൾക്കാൻ പറ്റില്ല. ഡയലോഗ് കേൾക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ അവസരം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ഇനിയാണെങ്കിലേ നമുക്ക് പലതരം എന്താ പറയാ ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് എന്തായാലും വരും. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് പോവുക എന്നുള്ള കാര്യമുള്ളൂ. ബന്ധങ്ങളാണോ ശരിക്കും നിലനിൽപ്പിന്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്? അത് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. കാര്യം അങ്ങനെയല്ല, ഇപ്പൊ നമ്മളെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പും നമ്മൾ ഒരുപാട് ഒരു കോണ്ടാക്ട് ഒരു എന്താ പറയാ ഒരു ഫ്രണ്ട്ഷിപ്പ് സോൺ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വർക്കിന്റെ പരമായിട്ട് ഒരു കരിയർ അത് ഉണ്ടാക്കിയാലും നമുക്ക് എപ്പോഴും നമ്മളുടെ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുള്ളൂ. നമ്മൾ വീട്ടിലിരുന്ന് ആരും അറിയാൻ പോണില്ല. പക്ഷെ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഇല്ല. പിന്നെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത്, അതായത് ഇപ്പം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് ഇതൊന്നും ഇല്ലാതിരുന്നൊരു സമയത്തും ആ ഒരു ടൈം അത്രയും ആക്റ്റീവ് ആയ സമയത്ത് ഇപ്പോൾ നമ്മൾ വന്ന ആർട്ടിസ്റ്റുകൾ അതെന്ന് പറഞ്ഞാൽ ആ ടൈമിന് ആ പീരീഡ് ഓഫ് ആക്ടേഴ്സിനെ സ്പെഷ്യലായിട്ട് ഇവർ പിന്നെയും തിരഞ്ഞെടുത്തിട്ട് വിളിക്കും. റിപ്പീറ്റ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് അങ്ങനെ ഒരു അയ്യോ ഞങ്ങൾക്ക് ചാൻസ് കിട്ടില്ല അങ്ങനെയൊന്നും ഒരു വിഷമം എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇനിയിപ്പോ അങ്ങനെയല്ല. ഒരാൾക്ക് അവരുടെ 10 അല്ല 100 പേരുണ്ട് അവിടെ. മനസ്സിലായോ? സോഷ്യൽ മീഡിയയുടെ ഒരു പോസിറ്റീവ് അല്ലേ അത്? സോഷ്യൽ മീഡിയക്ക് സ്വന്തമായിട്ട് ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് അതിലൂടെ തന്നെ ഫെയിം ആകാം. അവര് ഒരുപക്ഷെ ചിലപ്പം ഈ സ്ക്രീനിലേക്ക് വരുന്ന പോലും ഉണ്ടാവില്ല. അതിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അതെപ്പോഴും ഉണ്ട്. എല്ലാത്തിലും ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ അവസരങ്ങൾ, നമ്മൾ കഴിവുള്ളവർക്ക് അവസരങ്ങൾ ഉണ്ടാകും. അതൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമുക്കൊരു 1-2 പടങ്ങളൊക്കെ കിട്ടും. പിന്നീട് നമ്മുടെ ഒരു ടാലന്റ് ബേസ് ചെയ്തിരിക്കും. ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്രണ്ട്ഷിപ്പുകളും എല്ലാം കഴിവില്ലാത്തവർ ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നു എന്ന് പറയുന്നല്ലേ. സോഷ്യൽ മീഡിയ തുറന്നാൽ കാണാം. ഇപ്പൊ കഴിവ് പുറത്ത് കാണിക്കുന്നവരുണ്ട് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം. പക്ഷെ അവരൊക്കെ മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അല്ലാതെ ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. ഇപ്പൊ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ചില കുട്ടികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എനിക്ക് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ഇപ്പൊ നമ്മള് ഒരാളും ഇല്ലാതെ സ്വന്തമായിട്ട് സെൽഫായിട്ട് ഒരു കാര്യം ഷൂട്ട് ചെയ്യുന്നു. ഒരു 10 പേരെ ആളുടെ മുന്നിൽ പോയി അഭിനയിക്കുന്നു. അത് രണ്ട് ഫീലിംഗ് ആണെന്ന് പറഞ്ഞാൽ. അപ്പൊ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളവർക്ക് ഈ ആളുകൾ കൂടുമ്പം ഞാൻ കേട്ടുള്ളതാണ്. ഇതിനകത്തൊക്കെ വളരെ എന്താ പറയാ പോപ്പുലാരിറ്റി ഉള്ള ആളുകളെ വിളിച്ചിട്ട് നമ്മൾ അഭിനയിക്കാൻ വിളിക്കും. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് ഒരു ഫിയർ വരികയാണ്. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? പക്ഷെ ഇവർ ഇവിടെ താരമാണെന്ന് പറഞ്ഞാൽ കാര്യം അവിടെ അവര് മാത്രമല്ലേ ഉള്ളൂ കാണുന്നുള്ളൂ. ജനങ്ങളുമായിട്ട് ഇന്ററാക്ഷൻ വേറെ ഒന്നും വരുന്നില്ലല്ലോ. പക്ഷെ എങ്കിലും എന്താ പറയാ എൻഡ് ഓഫ് ദി ഡേ ആ ടാലന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇതിലൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതിനൊരു കോൺഫിഡൻസ് വേണ്ട. അതെ. ഓക്കെ, നമുക്ക് ബാക്ക് ടു സിനിമയിലേക്ക് വരാം. ലാസ്റ്റ് ആയിട്ട് ഇപ്പോ ഷൂട്ട് കഴിഞ്ഞ് റിലീസിനായിട്ട് ഒരുങ്ങുന്ന ഒരു ഫിലിം ഉണ്ടല്ലോ. അതെ, പാർട്ട്നേഴ്സ്. അതിന്റെ വിശേഷങ്ങളാണ്. പാർട്ട്നേഴ്സ് ഏകദേശം ഇപ്പോ ജൂലൈ 5 റിലീസാണ്. ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലാ വർക്കുകളെല്ലാം കഴിഞ്ഞു. അതിന്റെ ശരിക്കും കുറച്ചൊരു 1 ഇയർ ബാക്ക് ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞതാണ്. അപ്പം ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട് പടത്തിന്. എന്താന്ന് വെച്ചാല് ഒരു നല്ലൊരു സബ്ജക്റ്റ് ആണ് ഓഡിയൻസിലേക്ക് കൊടുക്കാൻ പോകുന്നത്. ത്രില്ലർ സ്വഭാവമുള്ള സബ്ജക്റ്റ് ആയിരിക്കും. അപ്പം ജനങ്ങള് കണ്ടിട്ട് പറയട്ടെ എങ്ങനെയായിരിക്കും അതിന്റെ ക്യാരക്ടർ. പാർട്ട്നേഴ്സ് ടൈറ്റിലിലെ 5 പാർട്ട്ണർ. അപ്പൊ അവരിൽ ഒരാളുടെ ക്യാരക്ടർ ഒരു ബാങ്കറാണ്. സഞ്ജു ശിവറാം ചെയ്തിരിക്കുന്ന ക്യാരക്ടറാണ്. അവരുടെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അഴകി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമാണ്. തമിഴ് നായികയായിട്ട് അഭിനയിക്കുന്ന. അപ്പൊ നമ്മൾ തമിഴിൽ സംസാരിക്കാം. എന്ത് പറയുന്നു? അല്ല, ആ സിനിമയിലെ ഡയലോഗ് പറഞ്ഞാൽ മതി തമിഴിലല്ലേ? സോറി, അതിലെ ഡയലോഗുകളൊന്നും തന്നെ ഞാൻ അത്രയ്ക്ക് അങ്ങനെ എന്താ പറയാ ഒരു ഓർത്ത് വെക്കുന്ന ഡയലോഗായിട്ട് എനിക്ക് അങ്ങനെ ഇപ്പൊ ഓർമ്മയില്ല. തമിഴ് എന്നെ പേസണം. தியான பத்தி சொல்லுங்க. அவங்கள ஒரு பெரிய ஆக்டர் தான். அது உங்களுக்கு தெரியும். பெரிய ஆக்டர் தான். பெரிய ஆக்டர்னு சொன்னா நிறைய மூவி இருக்கு. எவ்ரி வீக் மூவி இருக்கு. பட் அது அவங்களோட டைமிங் தான். ட்ரோஸ் எல்லாமே இருக்கு. எக்ஸ்பீரியன்ஸ் என்ன எக்ஸ்பீரியன்ஸ் வந்து எனக்கு அத்தனை நிறைய சீன் அந்த மாதிரி ஒண்ணுமே இல்லை இந்த மூவியில. இந்த தியானுமாயிட்டு இந்த தியான் அவங்களோட அந்த மாதிரி சீன்ஸ் எல்லாம் இல்லை. ஒரு 2-3 சீன்ஸ் தான் மட்டும் தானே. என்னோட எக்ஸ்பீரியன்ஸ் வந்து அவங்க
ரொம்ப ஜோலியான கேரக்டர். செட்டுக்கு ஆன் ஸ்க்ரீன், ஆஃப் ஸ்க்ரீன் எல்லாமே அந்த மாதிரி தானே. நிஜம் கேரக்டரும் இப்போ அந்த இப்போ மாதிரி. இப்போ என்ன ஒரு எக்ஸாம்பிள் சொல்லியா? எக்ஸாம்பிள் എക്സാമ്പിൾ எக்ஸாம்பிள் என்ன தமிழ்ல சொல்லுங்க? അതറിയാമെങ്കിൽ ഞാനിവിടെ ഇരിക്കോ. ஓஹோ! அப்படியா? அப்போ அ அ இப்போ இப்போ லாஸ்ட் தமிழ் തന്നെ വരണല്ലോ. ஓகே. லாஸ்ட் அவங்களோட இன்டர்வியூ பார்த்தா കടസി, உங்களுக்கு தெரியும். കടസി. கடைசி இன்டர்வியூ Got it. பார்த்தா தெரியும். எப்படி அந்த கேரக்டர்ன்னு. அந்த அந்த ஆளு தானே. நம்மள பக்கத்துல அவங்கள பார்த்தாല് நிறைய பேசிடும். ஓப்பனா பேசிடும். எது விஷயம் ஆகട്ടെ, இப்போ இந்த ஃபன் மேட்டர்ஸ் ஆகട്ടെ, சீரியஸ் மேட்டர் ஆகട്ടെ, அவங்களுக்கு எல்லாமே ஓப்பனா சொல்லிடும். ஒரு ஒரு ஜெனுவின் கேரக்டர் தானே. அந்த மாதிரி கேரக்டர் நம்மள பார்த்ததே இல்ல. முன்னாடி பார்த்தால இப்ப என்ன சொல்லும்? பெரிய பெரிய ஸ்டார்ஸ் எல்லாமே நம்மள பார்க்கும்போ எல்லாரும் ஒரு ஸ்டார்டம் கீப் பண்ணிடும். பட் இவங்கள வந்து அந்த மாதிரி அல்ல. വെരി ഓപ്പൺ, വെരി ജോവിയൽ പേഴ്സൺ തന്നെ. ശരിക്കും ആങ്കറിങ്ങിലൂടെ കടന്നു വന്ന് ഒരുപാട് ബോഡി ഷെയ്മിംഗ് ഒക്കെ ഏറ്റുവാങ്ങിയ ഒരാളായിരുന്നു. മുമ്പ് നല്ല തടിച്ചിട്ടും ഇപ്പോ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് ആയിട്ട് ശരിക്കും യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഇന്ന് പറയാൻ താങ്ക് യു. പൊങ്ങണ്ട. അല്ല എന്നാലും നല്ലതല്ലേ? ഇന്ന് പറയാൻ പറ്റിയ ഒരു നിലയിലെത്തി. ശരിക്കും എങ്ങനെയായിരുന്നു ആ ബോഡി ഷെയ്മിങ്? അതിൽ നിന്നൊക്കെ നേരിട്ട് വന്ന ഒരു സാഹചര്യം? നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ ഒരു LKG UKG ഫസ്റ്റ് സെക്കൻഡ് ഒന്നും കുഴപ്പമില്ല. ചെറിയ കുട്ടിയല്ലേ, അപ്പോഴൊന്നും വലിയ പ്രശ്നമില്ല. ഞാൻ അത്യാവശ്യം ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുമായിരുന്നു. അതിലൊന്നും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഫുഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 5-6 കയറിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പെൺകുട്ടികളാകുമ്പോൾ നമുക്കൊരു കോൺഷ്യസ്നെസ് വരുമല്ലോ, എന്ത് നമ്മുടെ ബോഡി അപ്പിയറൻസിനെ പറ്റിയൊക്കെ നമുക്ക്. അപ്പോൾ എനിക്ക് ആദ്യമേ വണ്ണം വെച്ച് വരുന്നുണ്ടല്ലോ, അപ്പം ഇനി എന്നെ ആരും നോക്കില്ല, എന്നെ കാണാൻ കൊള്ളില്ല, അങ്ങനെ ഒരു സംഭവം ഉള്ളിൽ വരുവാണ്. അത് ഉള്ളിൽ വരുന്നതിന് കാരണം ഞാൻ വേറൊരു ടോക്ക് ഷോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന റിലേറ്റീവ്സ് ഉണ്ടല്ലോ, ഇവരാണ് നമ്മളെ വിലയിരുത്തുന്നത്. നമ്മൾ പൊക്കം വെച്ചോ നിറം കൂടിയോ ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഇവര് വരുമ്പോ ആദ്യം തന്നെ പറയണ, നിനക്ക് കഴിഞ്ഞ തവണത്തെക്കാളും വണ്ണം കൂടിയല്ലോ. അപ്പൊ തന്നെ ഞാൻ ശരി ഓക്കെ. പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ അവര് ബാക്കി സംസാരിക്കണമൊന്നും കേറില്ല. അത് ശരിക്കും വലിയൊരു പോയിന്റ് ആട്ടോ. നമ്മളെ ചെറിയ പ്രായത്തില് കുട്ടികളുടെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സംഭവം കടത്തി വിടുകയാണ് അങ്ങനെ. ഈ കാലം വരെ അല്ല, ഞാൻ അത് എപ്പോ വേണമെങ്കിലും മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് എന്താ സൊസൈറ്റിയിൽ വണ്ണുണ്ടെങ്കിൽ പ്രശ്നമാണോ, കൊള്ളില്ലേ, എന്തോ ഒരു കൊള്ളില്ല എന്നൊരു ധ്വനിയുണ്ട് അവരുടെ ആ സംസാരത്തില്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കോ, ഞാൻ വണ്ണം വെച്ചല്ലേ, ശരിയെന്നാ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളുകൾ പോകുമ്പോഴൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ മെലിഞ്ഞ കുട്ടികൾ, അവർ കുറച്ചും കൂടെ ഭംഗിയുണ്ട്, അങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ കഴിവുകളുള്ള ആളാണ്, അതെല്ലാം ഒരു സൈഡിലുണ്ട്. പക്ഷേ ഈ നമ്മുടെ ഒരു അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, ഈ പറഞ്ഞ കമന്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ സ്കൂൾ ടൈമൊക്കെ അങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ, പല ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. അന്നേരം ഒന്നും ബോധറിയുന്നില്ല, അതൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നു. പക്ഷെ അത് ഉള്ളിൽ ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്നുണ്ട്. നമ്മളൊരു സിറ്റുവേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അഭിനയത്തിലേക്കൊക്കെ വരികയാണ്. ഈ ഒരു കാലഘട്ടം പ്രത്യേകിച്ച് 2015 തമിഴ് കുറേ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വന്നു മൂവീസിൽ. കുറേ ഓഡീഷൻസ്, കാസ്റ്റിംഗ്, എന്താ പറയുക, ലുക്ക് ടെസ്റ്റ്, ഇങ്ങനെയൊക്കെ വരികയാണ്. 2015 ആയപ്പോഴത്തേക്കും നമ്മുടെ സ്കൂൾ ടൈം ഒക്കെ കഴിഞ്ഞു. ഓക്കെ. അപ്പം 2015 ഞാൻ സഗ എന്ന് പറഞ്ഞ മൂവിയാണ് ശരിക്കും ഞാൻ സിനിമ, തമിഴ് മലയാളം രണ്ടും വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ എൻ്റെ സിനിമ തമിഴാണ്. സഗയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അത് 2019 റിലീസ്. ആ സിനിമയിലെ സോങ് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ആ നീരജ് ആരാണ്, ഇപ്പോൾ ഉള്ള ആരാണെന്ന്. എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട് എന്തായാലും സർജറി ഒക്കെ ചെയ്തോന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു സർജറി അല്ല, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടിലൂടെ തന്നെയാണ് നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്ക് ടു 2015. അപ്പോൾ ഈ 2015 സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഈ അവിടെ കുറേ അണ്ണന്മാരുണ്ടാവും. ഇവരൊക്കെ പറയും, അമ്മ ഉങ്ങള് ഉടമ്പ് ലെസ് പണ്ണം, അല്ലെങ്കിൽ എന്താ ഫീൽഡിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല. ഞാൻ ഈ ഫീൽഡിന് ഇനി അപ്പം അവിടെ എനിക്കൊരു കോംപ്ലക്സ് വന്നിരിക്കുക, ഇത് നമുക്ക് പറ്റില്ല, ഈ ഒരു പരിപാടി നമുക്ക് പറ്റില്ല. പക്ഷെ ഇപ്പോൾ എടുത്തു നോക്കിയാൽ അറിയാം, ഇവിടെ ഇഷ്ടംപോലെ നടിമാരും ഒക്കെ വണ്ണമുള്ളവരെല്ലാവരും സർവൈവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ തമിഴിൽ കൂടുതലും അവർക്ക് ലീൻ ആയിട്ടിരിക്കാന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ തീരുമാനിച്ചില്ല, അത് എന്തായാലും എനിക്കൊന്ന് റെഡ്യൂസ് ചെയ്യണം എന്ന് എനിക്കൊരു തോന്നലുണ്ടാവും. പിന്നെ അതുപോലെ നമ്മുടെ ചില വളരെ വേണ്ടപ്പെട്ട ക്ലോസ് ആയ ഫ്രണ്ട്സൊക്കെ കളിയാക്കിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വളരെയധികം എന്താ പറയുക, എന്നെ വളരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ആലോചിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം. പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര സെൻസിറ്റീവായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതല്ല. ഞാൻ 2017 മാസ്റ്റർ പീസിൽ വരുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ വർക്കൗട്ടൊക്കെ സെൽഫ് വർക്കൗട്ടൊക്കെയാണ് ആദ്യം ചെയ്യുന്നത്. നമുക്ക് എന്താണെന്നൊരു ഐഡിയ ഇല്ല. യൂട്യൂബൊക്കെ എടുത്തിട്ട് 30 മിനിറ്റ്സ് കാർഡിയോ, ഓക്കെ. അതിനുവേണ്ടി ഞാൻ 2 കിലോ 3 കിലോ ഡമ്പൽ മേടിക്കുന്നു, സ്റ്റെബിലിറ്റി ബോളൊക്കെ ഇല്ല, ഇതൊക്കെ മേടിക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല.
പക്ഷേ ഭയങ്കര ആഗ്രഹമുണ്ട് അല്ല, എങ്ങനെയെങ്കിലും നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ വരണം, നമ്മൾ വെച്ചാൽ ഒരു നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊരു സംഭവം. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഞാൻ കുറച്ച് ഇനി ജിമ്മിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ ശരിക്കും ഇത് ഞാൻ പറയുന്നൊരു കാര്യം തന്നെയാണ്, അത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. ബിസിനസ്സാണ് പക്ക നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജിമ്മുകളിൽ. എന്താ ബിസിനസ് എന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും ഒരാൾ ആദ്യം ജിമ്മിൽ കയറുമ്പോഴേ നമ്മുടെ ബോഡി സിമെട്രി അനുസരിച്ചുള്ളൊരു റിഡക്ഷനാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും ഒരു സിമെട്രി ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു 5 കിലോ കുറയ്ക്കുക 10 കിലോ കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ ജിമ്മിൽ കയറുക. 1 മണിക്കൂർ കാർഡിയോ എന്ന് പറയും. 1 മണിക്കൂറിന് അവർ എലിപ്റ്റിക്കൽ ഓട്ടം. ഇത് തന്നെ ഞാൻ ചില ജിമ്മിലൊക്കെ പോയിട്ട് തുടക്കം ഈ പറഞ്ഞ 2017-18 കറക്റ്റ് സെൻറ്ററിൽ എത്താൻ മുൻപുള്ള കഥയാണ് ഞാൻ പറയുന്നത്. 1 മണിക്കൂറൊക്കെ ഫുള്ള് കാർഡിയോ ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്കല്ല നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ വിട്ടു. ഇനി അതിലും ഒരു എന്താ പറയുക, നമുക്കൊരു സക്സസ് ആവില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടായി. പക്ഷേ 2019 ഞാൻ കറക്റ്റായിട്ടൊരു പ്ലേസിൽ വന്നു. അത് ഞങ്ങളുടെ ഒരു ഫിറ്റ്നസ് സെൻ്ററാണ് നമ്മുടെ ഇവിടെ ഉദയംപേരൂർ ജോബി സ്റ്റാൻഡേർഡ്. അവിടെ നല്ലൊരു ട്രെയിനറിനെ നമുക്ക് ലഭിച്ചു. അങ്ങനെ നമ്മൾ നല്ലൊരു ആ ഒരു ട്രാക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. നമുക്ക് ആ ഒരു മടിയൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു, കാര്യം ഇത് ചെയ്താൽ ശരിയാവില്ല, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു ശരിക്കും എൻ്റെ ഒരു വെയിറ്റ് 2015 എനിക്ക് 69-70 വരെ ഞാൻ എത്തിയിട്ടുണ്ട്. അത്രയും വെയിറ്റ് വന്നിട്ടുണ്ട്. അതറിയാൻ വേണ്ടി നിങ്ങൾ ആ പാട്ടെടുത്ത് ഇടയ്ക്ക് ഇതിനകത്തേക്ക് ഇട്ടാൽ മതി. തമിഴ് കണ്ട അതിൻ്റെ താഴത്തെ കമൻ്റൊക്കെ വായിച്ചില്ലേ, നായകനെ വെച്ചിട്ട് ഇതെന്താ അക്കയെ പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ. അല്ല, ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാകും തീർച്ചയായിട്ടും. എന്താ അന്നത്തെ ഡയറക്ടർക്ക് ഫീൽ ചെയ്തില്ല, അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ. അപ്പം അങ്ങനെ ഞാൻ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് 2021 ആയപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ്റെ ഒരു അസോസിയേഷനിൽ കോമ്പറ്റീഷൻ ഉണ്ട്, മോഡൽ ഫിസിക് വുമൻസിൻ്റെ. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതൊന്നും ഒരു പ്ലാൻഡ് ആയിരുന്നില്ല കേട്ടോ, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും ബോഡി ഷേമിംഗ് ഒക്കെ തടിയൊക്കെ ഉണ്ടായിരുന്നൊരു ഞാൻ ആ കോമ്പറ്റീഷനിലൊക്കെ വന്ന് ആ സമയത്ത് ട്രാൻസ്ഫോർമേഷനുണ്ട്. ഫസ്റ്റ് റണ്ണറപ്പായി എറണാകുളം, കേരളയിൽ പോയി. അപ്പം നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി. അതായത് ഒരു കാലത്ത് നമ്മൾ അലട്ടിയിരുന്നൊരു സംഭവമാണ്. അപ്പം നമുക്കതിലെന്തോ എനിക്ക് തന്നെ മാനസികമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, ഒരു പ്രൗഡായി, നമ്മളൊരു അച്ചീവ് ചെയ്തു എന്നൊരു കാര്യം. ഈ അഭിനയിക്കാൻ പോയ സമയത്ത് ഇങ്ങനെ ഒരു ഇൻസൾട്ട് ഉണ്ടായ ഒരു അനുഭവം ഉണ്ടോ? അതെ, അത് ഞാൻ പറഞ്ഞ ആ കാസ്റ്റിംഗ് ഹേർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിലെ, അതായത് ഈ വണ്ണം എന്ന് പറയുന്നത് നമ്മളെ ഭംഗിയില്ലായ്മയായിട്ട് കരുതുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്ന സിനിമകളിലെ പല ക്യാരക്ടേഴ്സും ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്ക് വണ്ണം കൂടുതലല്ലേ, ഇവരെന്തിനെടുത്തതെന്നൊക്കെ. അല്ല, അങ്ങനെയല്ല. അല്ല, ഇതേ ഓപ്പോസിറ്റ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇയാൾക്ക് വണ്ണം ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തിനാ വരുന്നത് ഈ ക്യാരക്ടറിലേക്ക് എന്ന രീതിയിൽ. അപ്പൊ അങ്ങനത്തെ സൗന്ദര്യം ശരിക്കും ഇതിലൊരു ഘടകമാണ്. സൗന്ദര്യം ഒരു ശാപമാണോ? സൗന്ദര്യം ഘടകമൊന്നും അല്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സൗന്ദര്യം എന്ന് പറയുമ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സീരിയലിലോട്ട് പോകേണ്ടിവരും നമ്മൾ. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ അപ്പിയറൻസിന് അവിടെ ഫുൾ മേക്കപ്പാണ്. ശരിക്കും മേക്കപ്പിനേക്കാളും ഗ്രേഡിംഗ് ആണ് പറയേണ്ടത്. നമ്മൾ ചിലപ്പം മേക്കപ്പ് ചെയ്യുന്നത് ഉണ്ടാകും, ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഈ ഗ്രേഡിങ് കൂടെ കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ, പിന്നെ എന്താ പറയുക, നമുക്കൊന്നും കാണാൻ പറ്റില്ല, അതുപോലത്തെ അവസ്ഥയായിരിക്കും. അതെ. അവിടെ ഒരു നായികനെ എടുക്കുമ്പോൾ സീരിയലിൽ മിക്കപ്പോഴും ഇവർ ഈ ഒരു ഡിമാൻഡ്സ് ഉണ്ട്. അതായത് നമ്മളുടെ നായിക എന്ന് പറയുമ്പോൾ മറ്റേ മുടി ഇങ്ങനെ വേണം, അങ്ങനെ വേണം. അല്ല, മിക്ക ഒരു നായിക കഥാപാത്രങ്ങളും അങ്ങനെ ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒരുപാട് ഭയങ്കര ബോൾഡ് ക്യാരക്ടേഴ്സിനെ ഇപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല സീരിയലിൽ. ഏകദേശം എല്ലാം ഒരേ പാറ്റേണുള്ള ക്യാരക്ടേഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര ഫീച്ചേഴ്സ് വേണം, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പക്ഷേ സിനിമയിലെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ കഥാപാത്രങ്ങൾ പോലെ തന്നെ നമ്മൾ പല ആളുകളും പല ഷേപ്പിലുള്ളവരായിരിക്കും, അല്ലേ? പൊക്കം കൂടിയവരുണ്ടാകും, അല്ലേ? സംസാരം വേറെ രീതിയിലുള്ളവരായിരിക്കും. അപ്പോൾ അത് ഒരു നാച്ചുറൽ ക്യാരക്ടേഴ്സാണ്, ലൈഫ് ഉള്ളതാണെന്ന് പറഞ്ഞില്ല അവിടെ കൂടുതലും. അപ്പം സിനിമയിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഹൈപ്പിലെത്തി, ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് കിട്ടി, പിന്നെ ആ ജനങ്ങളങ്ങ് ഏറ്റെടുക്കുകയാണ്. അതങ്ങനെ ആ സമയത്ത് അപ്പിയറൻസ് ഇതൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കമ്പാരിസൺ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, എല്ലാം സൗന്ദര്യമുണ്ട്, എല്ലാവർക്കും ഒരു യൂണിക്നെസ് ഉണ്ട്, അതുണ്ട്. പക്ഷേ ഇത്രത്തോളം ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് വന്നാലേ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സംഭവമില്ല. അല്ല, മുമ്പ് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിട്ട ഏതെങ്കിലും ഒരാള് തിരിച്ച് ഈ സമയത്ത് വിളിച്ചാൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ, അതായത് ഇൻസൾട്ടഡ് ആയ ഒരാള്, അതായത് അഭിനയിക്കാൻ കൊള്ളില്ല, സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ ഒരാൾ ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരാളാണ്, എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പുള്ള ഒരാളാണ്, ദിവ്യപ്രഭ എന്ന് പറയും. ദിവ്യപ്രഭ ഒരു പക്ഷേ ദിവ്യ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം, ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അതായത് ഇതുപോലെ എല്ലാവർക്കും ഞാൻ പറഞ്ഞു, നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ കൂടെ പോയിട്ടുണ്ടാകാം. അതായത് നമ്മളുടെ ഒന്നും ടാലൻറ്റ് ശരിക്കും എന്താ പറയുക, കറക്റ്റായിട്ട് അറിയേണ്ടവരുണ്ടെന്ന് പറഞ്ഞാൽ, കറക്റ്റ് അല്ലാത്ത സ്ഥലത്ത് നിന്നേക്കും അവർ നമ്മളെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അവരുടെയൊക്കെ തുടക്ക സമയത്ത് ഞാൻ പറഞ്ഞല്ലോ സീരിയൽ ടൈം, ആ ടൈമിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു റിജക്ഷൻ അവർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാണ്, ഇപ്പം ഈ പറഞ്ഞ പോലെ അവർ എത്രത്തോളം അന്നത് ഞാൻ ആ റിജക്റ്റ് ചെയ്തവരുടെ പ്രശ്നമാണെന്ന് ഞാൻ പറയുള്ളൂ, ഒരിക്കലും ആ ആക്ടറിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയില്ല.
പക്ഷെ അതെല്ലാം നമ്മൾ മാറ്റി എഴുതി അല്ലെ, ആ ഒരു ആർട്ടിസ്റ്റ് ഇതൊക്കെ മാറ്റി എഴുതി. ഒരുപാട് ഓഡീഷന് പോയിട്ടുണ്ട്, ഒരുപാട് അതെ ചേച്ചി തന്നെ. അവിടുന്ന് ഈ തടിയുടെ കാരണം അല്ലെങ്കിൽ സൗന്ദര്യമില്ലായ്മ കാരണം പുറത്താക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഒരാള്, അങ്ങനെ പുറത്താക്കിയ ഒരാൾ ഇപ്പോൾ തിരിച്ച് വിളിച്ചാൽ എന്ത് മറുപടി കൊടുക്കും? അല്ല, ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആ പഴയ ഗ്രഡ്ജൊന്നും മനസ്സിലാക്കില്ല, അത് വേറെ കാര്യം. ഞാൻ ചോദിക്കും എന്താ സംഭവം എന്ന് ചോദിക്കും, എന്താണ് അപ്ഡേഷൻസ് എന്ന് ചോദിക്കും. വർക്ക് റിലേറ്റഡ് ആണോ അതോ അല്ലാതെ ഇപ്പം നമ്മളെ ഇപ്പം മറ്റേ എന്താ പറയാണ്, ഇയാൾ ഭയങ്കര നല്ല അച്ചീവ്മെൻ്റ് ഒക്കെ നടത്തിയല്ലോ അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ, ഇപ്പോഴും പറയുന്നവരുണ്ട്. ഇയാൾ ഭയങ്കര മാറിപ്പോയല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. എനിക്കിപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ആൾക്കാരെപ്പോഴും എന്താ പറയുക, നമ്മൾക്ക് നല്ലത് വന്നാലും മോശം വന്നാലും ആൾക്കാർ കമന്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ടെന്നുള്ള ആ ഒരു ടൈപ്പിലാണ് ഞാൻ പോകുന്നത്. നോർമലായിട്ട് തന്നെ സംസാരിക്കും. അതെ അല്ലെ, നമ്മളോട് ചില വളരെ പക്ഷെ ഇപ്പോഴും വേണമെങ്കിൽ ബോഡി ഷെയിം ചെയ്യാം. ഈ ബോഡി ഷെയിമിംഗ് ഒന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വണ്ണം കുറഞ്ഞുകൊണ്ട് ഒരു എൻഡ് ആണെന്നില്ല. നമ്മുടെ മുന്നിൽ ആളുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ, അവരതില്ല സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കും. ആമിനൊക്കെ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? ഞാൻ കുടുംബത്തിൽ പോകുമ്പോ ചോദിക്കുന്നു, അയ്യോ നീ നല്ല മെലിഞ്ഞു പോയല്ലോ. ഞാൻ തടി വെച്ചാ പറയും, അയ്യോ നല്ല തടി വെച്ച് പോയല്ലോ. ഒരു ഏജ് ആകുമ്പോ ചോദിക്കും, കല്യാണം കഴിക്കുന്നില്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നാട്ടുകാരുടെ വായടക്കം നമുക്ക് പറ്റില്ല. അതുകൊണ്ട് മൈൻഡ് ചെയ്യാതെ നടക്കണം. അതെ തീർച്ചയായിട്ടും. ഈ സീരിയൽ അഭിനയിക്കുന്ന നടിമാർക്ക് ഈ സിനിമകളിൽ അവസരം കിട്ടാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടില്ലേ? ഈ സീരിയലുകളിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യം, അതിനെ കുറിച്ച് എന്താ? എനിക്ക് ആദ്യം പറയാനുള്ളത്, സീരിയലിലെ എന്താ പറയാ, സീരിയലിന്റെ ഒരു പാറ്റേണെ പറ്റിയാണ് പറയാനുള്ളത്. അതൊക്കെ എടുത്ത് മാറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ സീരിയലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആരാണ്? നമ്മുടെ വീട്ടിലുള്ള ഓഡിയൻസ്, അമ്മമാര്. ഓക്കെ, ആ വീട്ടിൽ ആ സമയത്ത് ഇരിക്കുന്ന ആരെങ്കിലും ആയിക്കോട്ടെ, അവരൊക്കെ കാണുന്നുണ്ട്. ഇപ്പം ഇവർക്കൊക്കെ വേണ്ടത് ഈ കരച്ചിലും ഈ മറ്റേ അവിഹിതങ്ങളുമാണ്. എനിക്കതാണ് ഇപ്പോഴും സംശയം. നമ്മളിപ്പോൾ 2024 നമ്മൾ നിൽക്കുന്നത്. നമ്മൾക്ക് വെബ് സീരീസ് ഇറങ്ങുന്നുണ്ട്, നമുക്ക് ഷോർട്ട് ഫിലിംസ് ഇറങ്ങുന്നുണ്ട്, ഒരുപാട് എക്സ്പെരിമെൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സൈഡിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സീരിയലുകളിൽ ഇന്നും ഈ ഒരു സംഭവമാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ കാലത്തുള്ളവർക്ക് ഇത്ര അപ്ഡേഷൻ വന്നിട്ടില്ല. അല്ല, അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് അറിയോ, പോയിന്റിലേക്ക് എന്താ വരുന്നതെന്ന് വെച്ചാൽ ഈ കഥയിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ, ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ചെയ്യുന്ന ആളുകൾ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ, ഇവർക്കിതേ പറ്റുള്ളൂ. ഇവർക്കിതേ പറ്റുള്ളൂ. ഇവരെന്തോ ഓവറായിട്ട് കിടന്ന് കാണിക്കുകയാണ്. ആക്ച്വലി ഇതൊന്നും അല്ല. ശരിക്കും ഞാൻ പറഞ്ഞുതരാം. സീരിയലിൽ ഒരു ദിവസം 20-23 സീൻ വരെ എടുക്കും, അറിയോ? 20-23 സീൻ. അത് പ്രൊഡക്ഷന്റെ കോസ്റ്റുകൾ കുറയ്ക്കാനുള്ള പരിപാടിയാണ്, അത് വേറെ കാര്യം. പക്ഷെ നല്ല രീതിയിൽ എന്താ പറയാ, ഒരു മിനിമം സീൻസ് എടുത്ത് പോകുന്ന സീരിയലുകളുണ്ട്. പക്ഷെ ഞാൻ 20-23 സീൻ വരെ അഭിനയിച്ച സീരിയലുണ്ട് അങ്ങനെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒരു 20 സീൻ ആലോചിച്ച് നോക്കൂ. കോസ്റ്റ്യൂം അത് നമ്മൾ പറക്കുകയായിരിക്കും നമ്മളെന്ന് പറഞ്ഞാൽ മറ്റേ നീരജ ചേഞ്ച് ഇങ്ങനെയായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് ക്വാളിറ്റി വൈസ് പ്രശ്നമാണ്, നമ്മൾ പിടിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ ഇത്രയും ഇമോഷൻസ്, ഇത്രയും സീൻ, നമ്മൾ ഡയലോഗൊക്കെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യും. കാര്യം നമുക്ക് ഇത്രയും ബൈ ഹാർട്ട് നമുക്കത് പറയാൻ പറ്റില്ല, ഇത്രയും സീൻസ് ഒരു ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രയും അവർ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അഭിനയിക്കുന്നവരല്ലേ, ഉറപ്പല്ലേ? പക്ഷെ നമ്മൾ ആ ഒരു മീറ്റർ പിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ടെലിവിഷൻ ഓഡിയൻസിന് വേണ്ടത് അങ്ങനെയാണ്. ടെലിവിഷനിൽ ഇവര് മറ്റേ നാളെ എന്ത് തുടരും, അവിടെ ആ സാധനം ഇട്ട് വെക്കണം. ഇത് അല്ലേ, ഞെട്ടുമ്പൊക്കെ കണ്ടിട്ടില്ലേ അല്ലേ, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഞെട്ടുക. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാല് അതൊന്നും ആർട്ടിസ്റ്റിന്റെ കുഴപ്പമില്ല. അത് സീരിയലുകൾ അങ്ങനെ ആകണമെന്ന് ഇത് എന്ന് മുതൽ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ എന്താ പറയാ, ഒരു പഴയ ഒരു സ്റ്റോറി സീരിയലിനെ പറ്റി കേട്ടോളാം. ഒരു 13 എപ്പിസോഡിലൊക്കെ തീരുന്ന സ്റ്റോറീസ് സീരിയൽ, നമ്മുടെ വെബ് സീരീസ് ഒക്കെ പോലെ 13 എപ്പിസോഡിൽ വളരെ ക്വാളിറ്റിയിൽ നിർമ്മിക്കുന്ന സീരിയൽ ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഒരുപക്ഷെ ഫിനാൻഷ്യലി എന്താ പറയുക, അവർക്ക് ബിസിനസ് വരാത്തതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇപ്പം പാറ്റേൺ മാറി, ട്രെൻഡ് മാറിയത്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ചാനലുകൾ, നമ്മുടെ ഹിന്ദി ചാനൽസിൻ്റെ ഇൻഫ്ലുവൻസ്, മേക്കപ്പ്, കോസ്റ്റ്യൂം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. പക്ഷെ അതൊക്കെ മാറണം. അങ്ങനെയൊക്കെ മാറി നല്ല കഥകളൊക്കെ വരണം. അപ്പോൾ സീരിയലും സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് തോന്നും, ഈ ആർട്ടിസ്റ്റ് നല്ലൊരു പെർഫോമൻസ് ആണ് വെച്ചേക്കുന്നത്, ഇവരെ നമുക്ക് സിനിമയിലേക്ക് വിളിക്കാമെന്നൊരു തോന്നൽ വരും. അതാണ് ഒരു സീരിയലിൽ 6-7 വർഷം നീണ്ടുപോകുന്ന സീരിയലുകൾ, മെഗാ സീരിയലാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, സീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്മുടെ മന്ത്ലി സാലറി ക്രെഡിറ്റ് ആവുകയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ അടുത്ത പടം വരണം. അപ്പോൾ നമുക്ക് മറ്റേ അല്ലേ, ആ ഒരു എപ്പോഴും നമുക്ക് ഈ നമ്മുടെ എന്താ പറയാ, സാലറി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിലേക്ക് വരുമ്പം ഈ ഒരു ഫീൽഡ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രഗ്ലിംഗ് ആണ്. കാര്യം ഇതൊരു സ്ഥിര ജോലിയല്ല. ആരും നമ്മളെ 365 ദിവസം വിളിച്ചിട്ട് ജോലി തരും ഇല്ല. പക്ഷെ സീരിയലിൽ കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ 6-7 വർഷം ജീവിക്കുന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവിടെയും വേറെയും ഒരു പ്രശ്നമുണ്ട്, ലോക്കുണ്ട്.
ഇതൊക്കെ പറയുമ്പോൾ എന്നെ വിളിച്ച് ഇത്ര നാൾ അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ല എന്താ പറയാ ഡയറക്ടേഴ്സ് എല്ലാം വിചാരിക്കും കൊള്ളാം അല്ല പണി കിട്ടുന്നു എന്ന രീതിയിൽ. ക്യാരക്ടർ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നായികയ്ക്ക് ഫസ്റ്റ് ഷെഡ്യൂളിൽ ഇത്രയും ദിവസം ഉണ്ടെങ്കിൽ പിന്നെ ഈ നായികയെ അവരങ്ങ് എന്താ പറയുക, നായിക വാങ്ങുന്ന എമൗണ്ട് അനുസരിച്ച് ഇരിക്കും കേട്ടോ, അത് കുറച്ച് കൊണ്ടുവരും. കാര്യം എപ്പോഴും നമുക്ക് പ്രൊഡക്ഷൻ പിടിക്കണ്ടേ, അല്ല റോളല്ല, അവർ മാക്സിമം നമ്മൾ സീൻ ചെയ്യിക്കുക, ഡേയ്സ് കുറയുന്നു പറഞ്ഞ രീതിയിലോട്ടൊക്കെ അങ്ങനെ സംഭവം ഒരുപാട് സീൻസ് എടുത്ത്. അതെ 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 അതെ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നത് ചിലപ്പം സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു 4 hour ഉള്ളൊരു സംഭവമാണെന്ന് പറഞ്ഞാൽ ഒരു 30 days ഇത്രയും, അത് ഓരോ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് അത്രയും എന്താ പറയുക അക്യുറേറ്റ് ആയിട്ട് അത്രയും പെർഫെക്ഷനിലൊക്കെ പിടിക്കുന്ന ഒരു സംഭവമാണല്ലോ സീരിയൽ. ചില സമയത്തൊക്കെ നമുക്ക് ഞാനിത് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആളുകൾക്ക് അറിയാം, കാര്യം അവരാരും എതിര് പറയാൻ പോകുന്നില്ല. അതായത് നമുക്കിത് പെട്ടെന്ന് സീൻ കഴിയണം, പെട്ടെന്ന് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ശരിക്കൊരു ബിസിനസ്സാണല്ലേ, ശരിക്കും ബിസിനസ്സാണ് നടക്കുന്നതെന്ന്. എന്നാൽ ഞാൻ പറയും ഇത് നടക്കുന്നുണ്ട്, വളരെ ക്വാളിറ്റി മേക്കിങ്ങിൽ പോകുന്ന സീരിയലുകളും ഉണ്ട് ഒരേ ടൈം. കഷ്ടപ്പെടുന്നവരെ കഷ്ടപ്പെടുത്തി ജീവിക്കുന്നു. അതെ അതെ അതെ, ഏറെക്കുറെയൊക്കെ അങ്ങനെയൊക്കെ. പിന്നെ ബംഗാളി പണി എന്നും പറയും. ബംഗാളി ഇനിയും സീരിയലുകളിലൂടെയാണോ അതോ സിനിമകളിലേക്ക് മാത്രം നിൽക്കാനാണോ ഉദ്ദേശം? എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം, നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും, അത് സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് തോന്നണില്ല, അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ സീരിയലുകളാണെങ്കിലും ഇപ്പോൾ കൂടുതൽ ആർട്ടിസ്റ്റുകൾ കൂടിക്കൂടി വരികയാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇന്നൊരാളെ തന്നെ വെച്ചിട്ടൊരു സീരിയൽ വേണമെന്ന് നിർബന്ധമില്ല. ഇത് തന്നെയാണ് സിനിമയിൽ സംഭവിക്കുന്നത്. പിന്നെ അങ്ങോട്ടേക്കുള്ള കാലഘട്ടമൊക്കെ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയണം. പക്ഷേ എങ്കിലും മാക്സിമം ശ്രമിക്കും. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ ശ്രദ്ധിക്കുക, ഇങ്ങനൊരു ആർട്ടിസ്റ്റ് ഇവിടെ ഉണ്ട്, അപ്പോൾ എന്താ പറയുക ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടി. സീരിയൽ ഇത്രയൊക്കെ ബംഗാളി പണിയാണെന്ന് പറഞ്ഞിട്ടും അല്ല, ബംഗാളി പണി എന്ന് പറഞ്ഞപ്പോഴും ഞാൻ നോട്ട് ദ പോയിന്റ്, ക്വാളിറ്റി മേക്കിംഗ് ഉള്ള സീരിയലുകളുണ്ട് ഒരു സൈഡ് നടക്കുന്നുണ്ട്, അതല്ലാണ്ട് ബിസിനസ്സായിട്ട് ചിന്തിക്കുന്ന സീരിയലുകളുണ്ട്. ഇതുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും, അതിലൊന്നും പ്രശ്നമില്ല. ഞാനിങ്ങനെ പറയണത് എനിക്ക് തോന്നുന്നില്ല ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. ആത്മവിശ്വാസത്തിൽ എനിക്ക് ഇനിയും സീരിയൽ വരും. അതെ അതെ, അത് കണ്ടറിയണം. അതിപ്പോ ഒരു പ്രൊജക്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രൊജക്റ്റിലേക്ക് വിളിക്കുമ്പോഴും ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ പല അജണ്ടകളായി. അജണ്ട മീൻസ് പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ ചാനലിലൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. നമ്മൾ വന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ നേരത്തെ പിടിച്ച ഓഡീഷൻസ് ഒന്നുമല്ല, നമ്മൾ ചെയ്യുന്നു വരുന്നു പോകുന്നു അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്തു, ഓക്കെ കുട്ടി അഭിനയിക്കുന്നുണ്ടോ, വന്നു ഓക്കെ പിന്നെ നമ്മൾ പോവുകയാണ്, അങ്ങനെ സീരിയൽ ഷൂട്ട് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ ഈ നിലവിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട്, അതായത് അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയ ആക്ടേഴ്സിനെ വെച്ചിട്ട് ഓഡിഷൻ ചെയ്യാണ്. അതിൽ ആരാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻഡ് ഓൺ, അത് ഇതിൻ്റെയൊക്കെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ് തീരുമാനിക്കുന്നത് ഇനി ആര് വേണം എന്നൊക്കെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളുടെ ഭാഗ്യം പോലെ ഇരിക്കും വരുന്നതും കിട്ടുന്നതും ഒക്കെ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയും വെബ് സീരീസും യൂട്യൂബ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പോകാം. അങ്ങനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതെ അതെ അതെ. നിലവിൽ എത്ര സീരിയൽ ചെയ്തിട്ടുണ്ട്? ഞാനിപ്പോൾ ഒരു 8 സീരിയലോളം ചെയ്തിട്ടുണ്ട്. 8 എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ ക്യാരക്ടേഴ്സ് റോള് എല്ലാം ലീഡ് എല്ലാം ചെയ്ത് ഏകദേശം ഒരു 8 പ്രോജക്റ്റ് കഴിഞ്ഞു. അതിനകത്ത് വില്ലൻ കഥാപാത്രങ്ങൾ എനിക്കിപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടർ ഫസ്റ്റ് ചെയ്ത ക്യാരക്ടർ തന്നെയാണ്. അതെന്ന് വെച്ചാൽ അത് സീരിയലുകൾ കൂടുതലും വില്ലത്തികൾക്ക് ഒരു ഇത് കിട്ടും, ഒരു ഹൈപ്പ് കിട്ടും. അതങ്ങനെയാണത്. സീരിയലിൽ നോക്കുവാണെങ്കിൽ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിലും ആ ക്യാരക്ടർ ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു അങ്ങനെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ സ്വഭാവം അങ്ങനെയാണോ എന്ന്. അല്ല, പൊതുവേ എനിക്ക് തോന്നുന്നത് ഞാൻ പല ആർട്ടിസ്റ്റുകളും പറഞ്ഞു കേട്ടുള്ളതായിരുന്നു, നമുക്ക് കുറച്ച് ദേഷ്യപ്പെടാനും ഒക്കെ നമുക്ക് പെട്ടെന്ന് പറ്റും ഇല്ലേ? ദേഷ്യപ്പെട്ട് അഭിനയിക്കാനൊക്കെ ഞാൻ പറയാം, ഒരു കഴിവുണ്ടെങ്കിലേ പെട്ടെന്ന് ദേഷ്യം എന്ന് പറയുന്ന ഇമോഷൻ നമുക്ക് പെട്ടെന്ന് ഒരു സംഭവം ചെയ്യാൻ പറ്റും. ചേച്ചി നേരത്തെ പറഞ്ഞു സീരിയലുകളിൽ അവിഹിതം അല്ലെങ്കിൽ സ്ത്രീകളുടെ ആധിപത്യമാണ് കൂടുതൽ, ആ ഒരു പാറ്റേൺ മാറ്റണം, അല്ലെങ്കിൽ ഇത്രയും നാൾ ഡയറക്ടേഴ്സ് ചെയ്തു വന്ന ആ ഒരു പാറ്റേൺ മാറ്റി എഴുതണം എന്നാണോ ചേച്ചി? ഇതെന്താ ഈ ക്വസ്റ്റ്യൻ തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്? ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴും ഇത് തന്നെയാണ് സംസാരിച്ചത്, ഇപ്പോഴും ആമിന അവിടെ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അതെന്താണ് വീണ്ടും വീണ്ടും അങ്ങനെ ചോദിക്കുന്നത്? ചേച്ചിയാണല്ലോ പറഞ്ഞ അവിഹിതം ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അടിച്ചോണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ പിന്നെ എന്ത് പറയും? ചേച്ചി പറഞ്ഞൊരു കാര്യം ഞാൻ ജസ്റ്റ് എടുത്തു ചോദിച്ചു, അത്രേ ഉള്ളൂ. എന്നാ വേറെ എന്തെങ്കിലും ചോദിക്കുന്ന വേറെ എന്തെങ്കിലും ചോദിക്കാം. അത് വേറെ ചോദിക്കാം. ഒന്ന് വേറെ ചോദിക്കുന്ന നമുക്ക് അടുത്തൊരു ഫൺ എലമെന്റിലേക്ക് പോവാം. ഈ ഫൺ എലമെന്റ് നേരത്തെ ഇതുപോലെ പറഞ്ഞു, ഫണ്ണൊന്നും കണ്ടില്ലല്ലോ. എനിക്ക് ചില നമ്മൾ കുറച്ചും കൂടെ എന്താ പറയാ, നമ്മൾ കുറച്ചും കൂടെ നല്ല എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വരട്ടെ, എന്നാലേ നമുക്ക് കണ്ടോണ്ടിരിക്കുന്ന. ചേച്ചി പറഞ്ഞൊരു കാര്യം ഞാൻ എന്റെ സംസാരത്തിലാണ് ഇനി ഇൻട്രസ്റ്റിംഗ് കുറവായിട്ട് തോന്നുന്നത്, അതാണ് ഈ പറഞ്ഞത്. സീരിയലുകൾ അവിഹിതമാണ്, അത് ആ ഒരു പാറ്റേൺ മാറ്റണം എന്ന് ചേച്ചി പറഞ്ഞത്. ഇത് ഞാൻ ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല, ഞാൻ അങ്ങനെ മാറ്റണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത്
ആര് പറഞ്ഞു? ചേച്ചി അല്ല താനെന്നാ വിളിച്ച് ഇവരോട് ചോദിച്ചു നോക്ക്. ഇപ്പൊ റെക്കോർഡ് ചെയ്തെന്ന് ചോദിച്ചു നോക്ക്. ഞാൻ എവിടെ സ്റ്റേറ്റ്മെന്റ് ആക്കിയെന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് ബാക്കി അല്ല നമുക്കത് ചോദിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞതില്ലേ എവിടെയാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ് ആക്കിയെന്നൊന്ന് അത് എടോ തമ്പ് ചെക്ക് ചെയ്യടോ. ഞാനും കേട്ടോണ്ടല്ലേ ഇരിക്കുന്നത്. ഞാൻ ചേച്ചിയുടെ മുന്നിൽ നിന്ന് കേട്ടോണ്ടിരിക്കല്ലേ, അതുകൊണ്ടാണ് ഞാനും പറഞ്ഞേ. അല്ല ഞാൻ അതാ പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്താ സംഭവം? എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഇങ്ങനെയാണോ? അല്ല സാധാരണ ഇങ്ങനെയാണ് ഈ ടൈപ്പ് ഓഫ് പാറ്റേൺ ആണോ നിങ്ങളുടെ ഒരു രീതി? ചോദിക്കുന്ന പരിപാടിയൊക്കെ അങ്ങനെയാണോ പോകുന്നത്? അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ഇങ്ങനെയാണ്? ഇപ്പോൾ ഇങ്ങനെ എന്തൊക്കെ ട്രെൻഡ് കിടക്കുന്നുണ്ട്, ആൾക്കാരെ വിളിച്ചെടുത്തിട്ട് പലതും ചോദിക്കാം, അങ്ങനത്തെ ഒരു പ്ലാൻഡ് ആണോ, പരിപാടിയാണോ? അങ്ങനെയാണോ അത്? ഒരിക്കലും അല്ല. ഞാൻ ചേച്ചി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല, എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും മാമിനെയൊക്കെ അങ്ങനെ ഫോളോ ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യണം, എന്നാലേ വ്യൂസ് കിട്ടുള്ളൂ, എന്നാലേ ചാനൽ രക്ഷപ്പെടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ആണോ? ഒരിക്കലും ഇല്ല. ആണോ? അല്ല, നമുക്ക് കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ആര് കുഴപ്പമില്ലെന്ന്? തനിക്ക് കുഴപ്പമില്ലെന്നല്ലേ? എനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് ഈ പരിപാടി നമുക്ക് നടന്നു പോകണല്ലോ, അതുകൊണ്ട് എന്തായാലും ഞാനിവിടെ ഇരിക്കണമെന്ന്. മാമിനും ഓക്കെ ആണോ? അല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എങ്ങനെയുണ്ട് പ്രാങ്ക്? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ എന്താ പറയാ തിരിച്ചും പണി തരുന്നത്. ഒരു പാലമിട്ടാൽ അല്ലേ അങ്ങോട്ടും നേരത്തെ ദേഷ്യപ്പെടാം. അതെ. പക്ഷെ ഇപ്പൊ കാണിച്ചതിൽ നിന്നും നമ്മൾ എന്താ പറയാ കട്ട് ഷോട്ട് ചെയ്ത് കുറച്ചും കൂടെ ഒക്കെ എക്സാജറേറ്റ് ചെയ്തിട്ടാട്ടോ സീരിയൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയല്ല, ഇതിപ്പോ ലൈവായിട്ട് ഇങ്ങനെ അല്ലേ, ഇത് നോർമൽ. ഇതിലും മോശമായിട്ടാണ് സീരിയൽ നമ്മൾ ദേഷ്യപ്പെടാറുള്ളത്. അല്ല, എന്നാലും നമുക്ക് പുറത്തിറങ്ങി ഒരു അടി കൊടുക്കാനൊക്കെ തോന്നുള്ളൂ അല്ലേ? അങ്ങനെ തോന്നിയോ? എന്നെ അടിക്കുന്നൊക്കെ. അപ്പൊ അങ്ങനെ പ്രാങ്ക് സെഷൻ ആമിനെ വളരെ എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ലൊരു വീഡിയോക്ക് എത്ര ബാഡ് കമന്റ്സ്. ശരിക്കും ബാഡ് കമന്റ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാനൊന്ന് വന്ന് തൊട്ട് ഈ വീഡിയോയിലെ കമന്റ്സ് ഞാൻ ഓരോന്നായിട്ട് വായിക്കും. ശരിയെന്നാ എന്താ ഞാൻ നിന്നോട് ഒട്ടിച്ചേക്കാവുന്ന ഇത് കാണുമ്പോഴും കുറെ ആൾക്കാരെ ട്രോളും. ശരിക്കും വിചാരിച്ച പോലെ അല്ലോ കേട്ടോ. എന്താ വിചാരിച്ചേ?